ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്റർ പാരലൽ ലൈൻസ് സമാന്തര വരകൾ അതിലെ പേജ് 53-ൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഇന്ന് പരിശോധിക്കാം. ഇതാണ് ചോദ്യം. ഈ ചിത്രങ്ങൾ നോക്കൂ. കടലാസിൽ വെട്ടിയെടുത്ത ഒരു ത്രികോണമാണ് ആദ്യ ചിത്രം. അതിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന നടുവിലെ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതേപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് മൂന്നാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിന്റെ പരപ്പളവ് ആദ്യ ചിത്രത്തിലെ പരപ്പളവിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടെത്തുക. മൂന്നാമത്തെ ചിത്രത്തിലെ കടലാസിന്റെ പരപ്പളവ് ആദ്യ ചിത്രത്തിലെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? See these 3 pictures. The first picture is that of a triangle cut out from a sheet of paper. The second one shows it with the small triangle in the middle joining the midpoints of the sides cut off from the large triangle. The third picture shows such middle pieces cut off from each of the small triangles in the second picture. What fraction of the paper in the first picture is the area of the paper in the second picture? What about in the third picture? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം, ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചിത്രം. ആദ്യത്തെ ചിത്രത്തിലെ കടലാസിന്റെ ആകെ പരപ്പളവ് A എന്ന് കരുതുക. Let the total area of the paper in the first picture be A. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ചാലോ? അപ്പോൾ സെക്കൻഡ് പിക്ചറിന്റെ സൊല്യൂഷൻ നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചിത്രം. ഇവിടെ ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുമ്പോൾ അത് തുല്യ പരപ്പളവുള്ള 1, 2, 3, 4 ചെറിയ ത്രികോണങ്ങളായി വിഭജിക്കപ്പെടുന്നു. Joining the midpoints divides the triangle into 1, 2, 3, 4 smaller triangles of equal area. ഇതിൽ നടുവിലത്തെ ഒരു ചെറിയ ത്രികോണം വെട്ടിമാറ്റിയിരിക്കുന്നു. Here the middle triangle is cut off and removed. അപ്പോൾ ഇനി 4 എണ്ണത്തിൽ 3 എണ്ണമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ള 3 ഭാഗങ്ങളുടെ പരപ്പളവ് എന്തായിരിക്കും? 4ൽ 3 ഭാഗം, അപ്പോൾ 3/4. വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് A ആണ്, അപ്പോൾ 3/4A. Therefore the area of the remaining 3 pieces is 3/4 of A. Okay.
ആകെ 4-ൽ അതിൽ 3 ഭാഗം നമുക്ക് വേണം. അപ്പം 3/4. ഇനി ആകെ ത്രികോണത്തിന്റെ ഏരിയ മറ്റേ പരപ്പളവ് എ ആണ്. അപ്പം 3/4 ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിന്റെ പരപ്പളവ് ആദ്യത്തെ ത്രികോണത്തിന്റെ 3/4 ഭാഗമാണ്, 3/4 ഭാഗമാണ്. Therefore, the area of the paper in the second picture is 3/4 of the first picture. കൂട്ടുകാരെ, ഇനി നമുക്ക് ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോവാം. അതായത് മൂന്നാമത്തെ പിക്ചറിന്റെ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിലുണ്ടായിരുന്ന ഓരോ ത്രികോണവും എന്താണ് 4 ഭാഗങ്ങളായി മാറുന്നുണ്ട്. എന്നിട്ട് ഓരോന്നിൽ നിന്നും വീണ്ടും നടുവിലെ ഭാഗം വെട്ടിമാറ്റുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ ബാക്കിയുള്ള 1, 2, 3 ചെറിയ ത്രികോണങ്ങളിൽ ഓരോന്നിൽ നിന്നും വീണ്ടും നടുവിലത്തെ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. In the third picture, the middle piece is cut off from each of the 3 remaining triangles. Okay. അപ്പം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 1, 2, 3 ഈ ഓരോ ത്രികോണത്തിനെയും 4 ഭാഗമാക്കിയിട്ട് അതിൽ 3 ഭാഗം നമുക്ക് വേണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന്റെ 3/4 ഭാഗം, ഇതിന്റെ 3/4 ഭാഗം, ഇതിന്റെ 3/4 ഭാഗം, അതായത് രണ്ടാമത്തെ പിക്ചറിന്റെ 3/4 ഭാഗമാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ പിക്ചറിന്റെ പരപ്പളവ് എത്രയായിരുന്നു? 3/4 ആയിരുന്നു. അതിന്റെ 3/4. ഓക്കെ. അതായത് രണ്ടാമത്തെ ചിത്രത്തിലെ പരപ്പളവിന്റെ 3/4 ഭാഗമാണ് ഇവിടെയും ബാക്കി വരുന്നത്. ഓരോ ത്രികോണത്തിൽ നിന്നും നമുക്ക് 1/4 ഭാഗം നഷ്ടപ്പെടുന്നുണ്ട്. അതായത് മൊത്തം ചിത്രത്തിൽ നിന്നും, രണ്ടാമത്തെ മൊത്തം ചിത്രത്തിൽ നിന്നും 1/4 ഭാഗം നഷ്ടപ്പെടുന്നുണ്ട്. 1/4 നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ 3/4 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. That means 3/4 of the second picture's area remains. അപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിലെ പരപ്പളവ് എന്തായിരിക്കും? 3/4 ഇൻറ്റു രണ്ടാമത്തേതിന്റെ പരപ്പളവ് 3/4a. അപ്പോ 9/16a. Area of the third picture is 3/4 into area of second picture 3/4a. അപ്പോൾ 9/16a. ഇതിൽ നിന്നും എന്ത് മനസ്സിലാവാം? ആദ്യത്തെ ചിത്രത്തിലെ കടലാസിന്റെ പരപ്പളവിന്റെ 9/16 ഭാഗമാണ് മൂന്നാമത്തെ ചിത്രത്തിലെ കടലാസിന്റെ പരപ്പളവ്. The area of the paper in the third picture is 9/16 of the first picture. Okay. ഇനി ഈ മൂന്നാമത്തെ ചിത്രത്തിലെ ഓരോ ത്രികോണത്തെയും നമ്മൾ വീണ്ടും നടുവിൽ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ 9 ഭാഗത്തിൽ നിന്നും ചെറിയ ഓരോ കഷ്ണം പോവും. ഓക്കെ. അപ്പോഴെന്തായിരിക്കും? ഈ ചിത്രത്തിന്റെ 3/4 ഭാഗം നമുക്ക് ബാക്കി ഉണ്ടാവും.
അപ്പോൾ ഇനി നാലാമത് ഇതുപോലൊരു പിക്ചർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 3/4 ഇൻറ്റു 9/16 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതിനെ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ വീണ്ടും ഒരു 3/4 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് സൊല്യൂഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.